ബ്രസ്റ്റ് ക്യാൻസർ വന്ന ശേഷം ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കാമോ? പ്രഗ്നൻസി എപ്പോഴാകാം? ബ്രാക്ക കാരിയേഴ്സിന് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബ്രസ്റ്റിന് സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിനുള്ള സെൻസിറ്റിവിറ്റി ബ്രസ്റ്റിനും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അല്ലെ ബ്രാക്ക മ്യൂട്ടേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരിൽ സാധാരണ റിലേറ്റീവ്സിനും ബ്രാക്ക മ്യൂട്ടേഷൻ കൊണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പക്ഷെ അത് അഡോളസെൻസ് കഴിഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്, 20 വയസ്സിന് ശേഷം. പക്ഷേ 20 വയസ്സിന് താഴെ ആർക്കെങ്കിലും ഗർഭനിരോധന ഗുളികളോ സ്ത്രീ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ ബ്രാക്ക മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമേ ആ ചികിത്സ നടത്താൻ പാടുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കുന്ന സമയത്തോ അതിന് ശേഷമോ ഈ സ്ത്രീ ഹോർമോണുള്ള ഗുളികകൾ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഗർഭനിരോധന ഗുളികകൾ ടാമോക്സിഫന്റെയും ഫെബ്രോയുടെയും ഫലം കുറയ്ക്കും. അതുപോലെ തന്നെ ടാമോക്സിഫൻ ഉപയോഗിക്കുന്നവർ ആ സമയത്ത് പ്രഗ്നൻസി ഉണ്ടാകാൻ പാടുന്നതല്ല. അത് കുട്ടികളിൽ വൈകല്യം ഉണ്ടാക്കും. അപ്പോൾ അബോർഷൻ ചെയ്യുന്ന ഒട്ടും തന്നെ നല്ലതല്ല. അപ്പോൾ എപ്പോൾ പ്രഗ്നൻസി ആകാമെന്ന് ചോദിച്ചാൽ അത് സാധാരണ നിർദ്ദേശിച്ചിട്ടുള്ളത് നോഡ് നെഗറ്റീവായ കക്ഷത്തിലെ ഗ്ലാൻഡുകൾ ഇല്ലാത്ത ആൾക്കാരിൽ സ്റ്റേജ് 1 എന്ന് പറയും. സ്റ്റേജ് 1 ആയിട്ടുള്ള ആൾക്കാരിൽ കുട്ടികൾ ഇല്ലാത്തവരിലാണ് ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. കീമോതെറപ്പി കഴിഞ്ഞിട്ട് 1 വർഷമെങ്കിലും ആകണം പ്രഗ്നൻസി ആകാൻ.